ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തമിഴ്നാട് ടീച്ചർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി അതിൽ BEd കോഴ്സിലെ സെക്കൻഡ് ഇയറിലെ സെക്കൻഡ് സെമസ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു പേപ്പറായിട്ടുള്ള എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസാണ്. 2024 ജനുവരി മാസം നടന്നിട്ടുള്ള BEd എക്സാമിലെ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ നമ്പർ B2121 എന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ്. അപ്പോൾ നമുക്ക് ഇതിലുള്ള എല്ലാ ചോദ്യങ്ങളും വിശദമായിട്ട് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. ആദ്യമായിട്ട് പാർട്ട് എ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 പാർട്ടുകളായിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ BEdലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ളത്. 3 പാർട്ടുകളിലായിട്ട് 70ഓളം മാർക്കിലാണ് എന്ത് ചെയ്യുന്നത്, ചോദ്യങ്ങൾ വരുന്നത്. അതിൽ ആദ്യത്തെ പാർട്ട് എ, അതിൽ 1 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളാണ്. 1 മാർക്കിൻ്റെ 5 ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അങ്ങനെ പാർട്ട് എയിൽ നിന്ന് മൊത്തം എത്ര മാർക്ക് കിട്ടും? 5 മാർക്ക് കിട്ടും. സോ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ പാർട്ട് എയിലെ ചോദ്യമാണിത്. ദ ഫോം ഓഫ് എൻവയോൺമെൻറ്റ് ഈസ് എന്നുള്ളതാണ് ചോദ്യം. അവിടെ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു സ്ലാഷ് ഇട്ടിരിക്കുന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ദ ഫോം ഓഫ് എൻവയോൺമെൻറ്റ് ഈസ്, എൻവയോൺമെൻറ്റിൻ്റെ രൂപം എങ്ങനെയാണ്? ഓപ്ഷൻ നൽകിയിരിക്കുന്നു: അബിയോട്ടിക്, ബയോട്ടിക്, ബോത്ത്, നൺ. 4 ഓപ്ഷൻസ് ആണുള്ളത്. നമുക്കറിയാം നമ്മുടെ എൻവയോൺമെൻറ്റ് പരിസ്ഥിതി രൂപം കൊണ്ടിരിക്കുന്ന എന്തിനെയൊക്കെ കൊണ്ടാണ്? ജൈവ ഘടകങ്ങളും അതുപോലെ അജൈവ ഘടകങ്ങളും, അതായത് ബയോട്ടിക് ഫാക്ടേഴ്സും അതുപോലെ അബയോട്ടിക് ഫാക്ടേഴ്സും. ഈ 2 ഘടകങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടായിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത്. സോ നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്: അബയോട്ടിക്, ബയോട്ടിക്, ബോത്ത്, നൺ. സോ ഇവിടെ കാണുന്നത് പോലെ, ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോലെ ഏത് ഓപ്ഷനാണ് ശരിയായ ഉത്തരം? അത് ബോത്ത് എന്നുള്ളതാണ്. ഒരു എൻവയോൺമെൻറ്റിൽ ബയോട്ടിക് ഫാക്ടേഴ്സും ഉണ്ടാവും, അബിയോട്ടിക് ഫാക്ടേഴ്സും ഉണ്ടാവും. ജൈവ ഘടകങ്ങളും അജൈവ ഘടകങ്ങളും ഏതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും? ഒരു പരിസ്ഥിതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. സോ സി ആണ് ശരിയായ ഉത്തരം, ബോത്ത് എന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യമാണ്: ദ കോസസ് ഓഫ് എൻവയോൺമെൻറ്റൽ ക്രൈസിസ്, പരിസ്ഥിതി പ്രതിസന്ധിക്ക് കാരണം എന്താണ്? 4 ഓപ്ഷനുകളുണ്ട്: വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം, എയർ പൊല്യൂഷൻ, വായു മലിനീകരണം, ലാൻഡ് പൊല്യൂഷൻ, മണ്ണ് മലിനീകരണം, അതുപോലെ ഡി, ഓൾ ഓഫ് ദീസ്. ഇതിലെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓൾ ഓഫ് ദീസ് ആണ്. കാരണം എൻവയോൺമെൻറ്റൽ ക്രൈസിസിന്, പരിസ്ഥിതിയിലെ പ്രതിസന്ധിക്ക് കാരണമാകുന്നത് വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ തുടങ്ങി എല്ലാ ഘടകങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഓൾ ഓഫ് ദീസ്, ഈ പറയുന്ന മുകളിൽ പറഞ്ഞ എല്ലാ ഘടകങ്ങളും എന്താണ്? എൻവയോൺമെൻറ്റൽ ക്രൈസിസിന് കാരണമാണ്. സോ ആൻസർ ഡി ആണ്, ഓൾ ഓഫ് ദീസ്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് പാർട്ട് എയിലെ. ഇറ്റ് ഈസ് ദ പെർമനന്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡിജീനിയസ് ഫോറസ്റ്റ് ആൻഡ് വുഡ്ലാൻഡ്സ്. പെർമനന്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡിജീനിയസ് ഫോറസ്റ്റ് ആൻഡ് വുഡ്ലാൻഡ്സ്. അതിൻ്റെ ആൻസർ ഏതാണ്? ഡിഫോറസ്റ്റേഷൻ എന്നുള്ളതാണ് ഇത് പറയുന്നത്. വനനശീകരണം, ഡിഫോറസ്റ്റേഷൻ. വ്യത്യസ്തമായ പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കൺസ്ട്രക്ഷൻ പർപ്പസിന്, അഗ്രികൾച്ചർ പർപ്പസിന്, അതുപോലെ തുടങ്ങിയുള്ള മൈനിങ് പർപ്പസിന്, വ്യത്യസ്തമായ പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ വനനശീകരണം നടത്തുന്നുണ്ട്. അതിലൂടെ എന്ത് സംഭവിക്കുന്നു? പെർമനൻ്റ് ആയിട്ട്, സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള, തദ്ദേശീയമായിട്ടുള്ള ഫോറസ്റ്റ്, വുഡ്ലാൻഡ്സ്, ഇവയെല്ലാം എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. നാലാമത്തേതാണ് പ്രൊജക്ട് ടൈഗർ വാസ് ലോഞ്ച്ഡ് ഇൻ ഇയർ. പ്രൊജക്റ്റ് ടൈഗർ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്, ഒരു പദ്ധതിയാണ്. പ്രത്യേകിച്ചും എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ടൈഗേഴ്സിനെ കൺസേർവ് ചെയ്യുന്നതിന്, സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസർവേഷൻ പ്രോഗ്രാമാണ് ഇത് പ്രൊജക്ട് ടൈഗർ എന്നറിയപ്പെടുന്നത്. സോ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ടൈഗേഴ്സിനെ കൺസേർവ് ചെയ്യുന്നതിന്, സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്
കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് പ്രൊജക്റ്റ് ടൈഗർ എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന പദ്ധതി ഏത് വർഷമാണ് നടപ്പിലാക്കിയത്? 1973, 1973. ഇനി ദ മെയിൻ ആസ്പെക്ട് ഓഫ് എൻവയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ, പ്രധാനപ്പെട്ട എൻവയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ്റെ ആസ്പെക്റ്റുകൾ എന്താണ്? ഇവിടെ 4 ഓപ്ഷനുകളുണ്ട്. ഇതിൽ എൻവയോൺമെൻ്റൽ അവെയർനെസ് ആണ് ഒന്നാമത്തെ ഓപ്ഷൻ, രണ്ടാമത്തെ എൻവയോൺമെൻ്റൽ കോൺഷ്യസ്നെസ് ആണ്, അതുപോലെ ബോത്ത് ദി അബോവ്, അതുപോലെ നൺ ഓഫ് ദി അബോവ് എന്നുള്ളതാണ്. മെയിൻ ആസ്പെക്റ്റ് ഓഫ് എൻവയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ 2 തരത്തിലുള്ള ആൻസർ. ആസ്പെക്റ്റുകൾ ആണെങ്കിൽ ഏതാണ് ഉത്തരം? സി, ബോത്ത് ദി അബോവ് എന്നുള്ളതാണ്. മുകളിൽ പറഞ്ഞ 2 കാര്യങ്ങളും, എൻവയോൺമെൻ്റൽ അവെയർനെസ്സും എൻവയോൺമെൻ്റൽ കോൺഷ്യസ്നെസ്സും, ഇവ 2 ഭാഗമാണ്. ഇനി മെയിൻ ആസ്പെക്റ്റ് എന്ന് പറയുന്ന ഒറ്റ കൺസിഡറേഷൻ ആണെങ്കിൽ എൻവയോൺമെൻ്റൽ അവെയർനെസ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇവിടെ 2 ഓപ്ഷനുകളുണ്ട്. നമ്മൾ ബോത്ത് ദി അബോവ് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി പാർട്ട് ബി. പാർട്ട് ബിയിലെ ചോദ്യങ്ങൾ ഇവിടെ നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് എത്ര എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി? 3 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. 3 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. 5 ചോദ്യങ്ങളിൽ നിന്നും മൊത്തം 15 മാർക്കാണ് ഇവിടെ കിട്ടുക പാർട്ട് ബിയിൽ. അതിലൊരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ കോമ്പോണൻറ്റ്സ് ഓഫ് എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിലെ ഘടകങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുക, വിശദീകരിക്കുക. പരിസ്ഥിതിയിലെ ഘടകങ്ങളെ വിശദീകരിക്കുക. അപ്പോൾ വിശദമായിട്ട് എഴുതണം, എക്സ്പ്ലെയിൻ ചെയ്യണം. 5 മാർക്കിൻ്റെ ചോദ്യമാണ്, അതിനനുസരിച്ചുള്ള എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന് ആൻസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആൻസറിലേക്ക് എത്തുന്ന കണ്ടന്റുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ദ എൻവയോൺമെൻ്റൽ കോമ്പോണൻറ്റ്സ് ആർ ഇൻക്ലൂഡ്സ് അറ്റ്മോസ്ഫിയർ, ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് ബയോസ്ഫിയർ. ഇതാണെന്ത് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അറ്റ്മോസ്ഫിയർ ഓർ എയർ, ലിത്തോസ്ഫിയർ ഓർ സോയിൽ ആൻഡ് റോക്സ്, ഹൈഡ്രോസ്ഫിയർ ഓർ ദ വാട്ടർ ബോഡീസ്, ബയോസ്ഫിയർ ഓർ ദ ലിവിങ് ബീയിങ്സ്. ഇവയൊക്കെ എൻവയോൺമെൻ്റൽ കോമ്പോണൻറ്റ്സ് ആണ്. വിശദമായിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം, വിശദമായിട്ട് വിവരിച്ചുകൊണ്ട് ഇവ എന്തൊക്കെയാണ്, ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള സബ് കോമ്പോണൻസുകൾ ഏതൊക്കെയാണ്, ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഓരോ എൻവയോൺമെൻ്റൽ കോമ്പോണൻസിനെ കുറിച്ചും വിശദമായിട്ട് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക. ആ മാർക്കിനനുസരിച്ച് എഴുതാൻ ശ്രദ്ധിക്കണം. 2 മാർക്കിനാണെങ്കിൽ 2 മാർക്കിന്, 3 മാർക്കിനാണെങ്കിൽ 3 മാർക്കിന്, 5 മാർക്കിനാണെങ്കിൽ 5 മാർക്കിന്, ഓരോ മാർക്കിനും അനുസരിച്ചുള്ള രീതിയിലാണ് നമ്മൾ ഉത്തരങ്ങൾ എഴുതേണ്ടത്. അല്ലാതെ 1 മാർക്കിനുള്ളതിന് 10 മാർക്ക് എഴുതിയാൽ മാർക്ക് പരമാവധി എത്രയേ കിട്ടുള്ളൂ? 1 മാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ എത്രയാണോ മാർക്ക് പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ വിശദമായിട്ട് നമുക്ക് എഴുതാം. സോ എക്സ്പ്ലെയിൻ ദ കോമ്പോണൻറ്റ്സ് ഓഫ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ താഴെ പറയുന്ന ഈ അറ്റ്മോസ്ഫിയർ, ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ബയോസ്ഫിയർ തുടങ്ങിയിട്ടുള്ള ഈ ഘടകങ്ങളെ വിശദമായിട്ട് എഴുതാം. അടുത്ത ചോദ്യമാണ് 5 മാർക്കിൻ്റെ അടുത്ത ചോദ്യമാണ് ഏത്? അനലൈസ് ദ കോസസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മിനറൽസ്. ധാതുക്കളുടെ ചൂഷണത്തിന് കാരണം എന്തെല്ലാമാണ്? അതിനെ വിശകലനം ചെയ്യുക. ധാതുക്കൾ എന്ന് പറയുമ്പോൾ മണ്ണിൽ അടങ്ങിയിട്ടുള്ളതാണ് ഏത്? മിനറൽസ്, ധാതുക്കൾ എന്ന് പറയുന്നത്. അത് മൈൻ ചെയ്ത് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുക. അപ്പം അതിൽ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങളുണ്ട് മിനറൽസ് എക്സ്പ്ലോയിറ്റേഷന്. എല്ലാം നമുക്ക് പറയാം. എല്ലാം ആ 5 മാർക്കിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എഴുതുവാൻ സാധിക്കും. അതിൽ പറയുന്നത് ഇക്കണോമിക് ഗെയിന്, ഗ്ലോബൽ ഡിമാൻഡ്, കറപ്ഷൻ ആൻഡ് വീക്ക് ഗവേണൻസ്, എൻവയോൺമെൻ്റൽ ഡീഗ്രേഡേഷൻ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി കാരണങ്ങളാണെന്ത് മിനറൽസ് എക്സ്പ്ലോയിറ്റേഷനിലേക്ക് നയിക്കുന്നത്. ഒന്ന് എക്കണോമിക് ഗെയിനാണ്, സാമ്പത്തികമായിട്ടുള്ള ബെനിഫിറ്റിന് വേണ്ടിയിട്ട്. അതുപോലെ ഗ്ലോബൽ ഡിമാൻഡ് അനുസരിച്ച്, കറപ്ഷൻ, അഴിമതി കാരണം, വീക്ക് ഗവേണൻസ്, വളരെ മോശമായിട്ടുള്ള ഗവേണൻസ് കാരണം, ഭരണം കാരണം, എൻവയോൺമെൻ്റൽ ഡീഗ്രേഡേഷൻ കാരണം, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റുകൾ കാരണം. ഇതൊക്കെ ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ഇതല്ലാത്ത ഘടകങ്ങളും നിങ്ങൾക്ക് എഴുതി ചേർക്കാം.
അതിന് വിശദമായി നിങ്ങൾക്ക് എഴുതാം. സോ അനലൈസ് ദ കോസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മിനറൽസ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എഴുതാം. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള സംഗതികളാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കാവുന്നതേ ഉള്ളൂ. അടുത്തതാണ് 8ാമത്തെ ചോദ്യം. പാർട്ട് ബിയിലെ 8ാമത്തെ ചോദ്യമാണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ. എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതുക. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ എന്നാൽ എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അതിനെ നമുക്ക് എങ്ങനെ തടയാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എഴുതാം ആ 5 മാർക്കിനുള്ളിൽ നിന്നുകൊണ്ട്. Environmental degradation refers to the deterioration of the natural environment resulting in the loss of biodiversity, ecosystem disruption, decreased quality of life for human being and wildlife. The main causes includes pollution, air, water, soil, deforestation, climate change, overexploitation and waste management. So environmental degradation കുറിച്ച് എഴുതുന്ന സമയത്ത് ആദ്യം എന്താണ് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ എന്ന് എഴുതുക. ഡിറ്റീരിയോറേഷൻ ഓഫ് ദി നാച്ചുറൽ എൻവയോൺമെൻറ്റ്, ലോസ് ഓഫ് ദി ബയോഡൈവേഴ്സിറ്റി, എക്കോസിസ്റ്റം ഡിസ്റപ്ഷൻ, ഡിക്രീസ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ ഹ്യൂമൻ ആൻഡ് വൈൽഡ് ലൈഫ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുക. പിന്നെ ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് എഴുതുക. മെയിൻ കോസസ്, അതായത് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, ഈ ഘടകങ്ങളൊക്കെ എഴുതുക. അതുപോലെ ഡീഫോറസ്റ്റേഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാരണങ്ങളെക്കുറിച്ച് ഒക്കെ എഴുതുക 5 മാർക്കിനുള്ളിൽ നിന്നുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും. ഓക്കെ, ഒരു ഷോർട്ട് നോട്ട് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താം. ഇത് മാത്രമല്ല, നിങ്ങൾക്കറിയുന്ന മറ്റ് കാര്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ മാർക്കിനനുസരിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആൻസർ ചെയ്യുവാൻ സാധിക്കും. അടുത്ത ചോദ്യമാണ് പാർട്ട് ബിയിലെ അടുത്ത ചോദ്യമാണ് ഏത്? കമൻറ്റ് ഓൺ ഗ്ലോബൽ വാർമിംഗ്. ആഗോള താപനത്തെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതുക. നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ എഴുതുക. നിങ്ങളുടെ കമൻറ്റുകൾ, അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പെർസെപ്ഷൻസ്, കാഴ്ചപ്പാടുകളൊക്കെ നിങ്ങൾക്കതിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. സോ ബേസിക്കായിട്ട് എന്ത് വേണം, ഗ്ലോബൽ വാർമിംഗ് എന്താണ്, അതിന് കാരണം എന്താണ്, അതിൻ്റെ പ്രതിവിധികൾ എന്തൊക്കെയാണെന്നൊക്കെ അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. Global warming, also known as climate change, refers to the long-term rise in the average surface temperature of the Earth due to increasing level of greenhouse gases in the atmosphere. നമ്മുടെ അന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകങ്ങളുടെ അളവിലുണ്ടാകുന്ന ഗണ്യമായ വർധനവ് കാരണം നമ്മളുടെ പരിസ്ഥിതിയിൽ എന്ത് ചെയ്യുന്നു, ദീർഘകാലത്തേക്ക് എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചറിൽ, താപനിലയിൽ എന്ത് ചെയ്യുന്നു, വലിയ വർധനവുണ്ടാവുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ക്ലൈമറ്റ് ചേഞ്ച് എന്നോ ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ നമുക്ക് പറയുവാൻ സാധിക്കും. ഇത് ഉദാഹരണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, വാട്ടർ വേപ്പർ, ട്രാപ്പ് ഹീറ്റ് ഫ്രം ദി സൺ ലീഡിങ് ടു വാർമിംഗ് എഫക്റ്റ്. ഈ കാരണങ്ങളൊക്കെ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ പോലെയുള്ള ഘടകങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഈ വാർമിംഗ് എഫക്റ്റിന് കാരണമാകുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നത് എന്താണ്? കോസസ് കൂടി എന്ത് ചെയ്യണം, ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസിനെ എന്ത് ചെയ്യുക, ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ, ഡിഫോറസ്റ്റേഷനിലൂടെ, അഗ്രികൾച്ചർ, അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നുണ്ട് എന്ന്. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് എഴുതുക ആ മാർക്കിനനുസരിച്ചുകൊണ്ട്. ഓക്കെ, പിന്നെ 10ാമത്തെ ചോദ്യമാണ് ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് UNEP ഇൻ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ. പരിസ്ഥിതി വിദ്യാഭ്യാസത്തിൽ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാമിൻ്റെ റോൾ എന്താണ്, പങ്ക് എന്താണ്, അപ്പോൾ അവർ എന്താണ് ചെയ്യുന്നത്, UNEPയുടെ ഫങ്ഷൻസ് എന്താണ്, ബേസിക്കലി എന്താണ് വരുന്നത്, UNEPയുടെ ഫങ്ഷൻസ്, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ധർമ്മങ്ങൾ എന്താണെന്നാണ് അവിടെ ചോദിച്ചത്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി കൊടുക്കുക. അതാണ് നിങ്ങൾ വിശദമാക്കി കൊടുക്കേണ്ടത്. UNEPയുടെ ഫങ്ഷൻസ്, അതാണ് റോൾ എന്ന് പറയുന്നത്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ ലിറ്ററസി, കപ്പാസിറ്റി ബിൽഡിംഗ്, റിസോഴ്സ് മെറ്റീരിയൽസ്, കൊളാബറേഷൻ ആൻഡ് പാർട്ട്ണർഷിപ്സ്, പ്രൊമോട്ടിംഗ് എൻവയോൺമെൻറ്റൽ അവെയർനെസ്. ഈ ഘടകങ്ങളൊക്കെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, അതുപോലെ എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം, എൻവയോൺമെൻറ്റൽ ലിറ്ററസി, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സാക്ഷരത ആൾക്കാർക്ക് നൽകുക, അതുപോലെ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക,
റിസോഴ്സ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ കൊളാബറേഷൻ ആൻഡ് പാർട്ണർഷിപ്പ് വിത്ത് ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ ഇൻക്ലൂഡിങ് NGOs, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ഓർഗനൈസേഷൻസുമായി ചേർന്നുകൊണ്ട് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷന് വേണ്ടി പ്രവർത്തിക്കുക. പ്രൊമോട്ടിംഗ് എൻവയോൺമെൻറ്റൽ അവെയർനെസ്, ലോകത്താകമാനം എന്ത് ചെയ്യുക, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അവബോധത്തെ പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെ എന്താണ് UNEP-യുടെ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പങ്കാണ്. ഇതൊക്കെ എന്ത് ചെയ്യുക, വിശദമായിട്ട് എന്ത് ചെയ്യുക, എഴുതുക. പിന്നെയോ അപ്പോൾ ആ 10 ചോദ്യങ്ങൾ കഴിയുന്നതോടുകൂടി എന്ത് ചെയ്തു, പാർട്ട് B കഴിയും. പിന്നീടുള്ള ചോദ്യങ്ങളാണ് ഇത് പാർട്ട് C എന്നറിയപ്പെടുന്നത്. പാർട്ട് സിയിൽ ഉൾപ്പെട്ടത് എന്താണ്, അതിൽ 5 ചോദ്യങ്ങൾ, അവിടെ 5 ചോദ്യങ്ങളാണ് വരുന്നത് അല്ലേ. 10 മാർക്കിൻ്റെ 5 ചോദ്യങ്ങൾ, അതായത് 50 മാർക്ക്. 50 മാർക്കാണ് അവിടെ എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഓരോ ചോദ്യത്തിനും 2 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അതായത് ഇവിടെ 5 ചോദ്യങ്ങളുണ്ടെങ്കിൽ 5 ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ 5 ഉത്തരങ്ങൾ നമുക്ക് എഴുതേണ്ടതുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, നമുക്ക് 10 ചോദ്യങ്ങൾ ഉണ്ടാവും. 10 ചോദ്യങ്ങളിൽ നിന്ന് 5 ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ. സോ 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളാണ് ഈ 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. ഓരോ ചോദ്യങ്ങൾക്കും ഓരോന്നിനും എന്ത് ചെയ്യുന്നു, 2 ഓപ്ഷൻസ് ഉണ്ടാവും, 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. സോ ഇവിടെ ഒരു ചോദ്യം കൊടുത്തിരിക്കുന്നു, റൈറ്റ് ആൻ എസ്സേ ഓൺ ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റ്. നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ ടൈപ്സുമായി ബന്ധപ്പെട്ട് ഒരു എസ്സേ തയ്യാറാക്കുക, ഒരു പ്രബന്ധ രചന നടത്തുക. അതായത് വിശദമായിട്ട് എഴുതണം. 10 മാർക്കിനെന്ന് പറയുമ്പോൾ ആ 10 മാർക്കിനനുസരിച്ച് എന്ത് ചെയ്യണം, എന്തിനെക്കുറിച്ച് എഴുതണം, ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് എഴുതണം. ഇവിടെ ബയോട്ടിക് എൻവയോൺമെൻറ്റ്, അബിയോട്ടിക് എൻവയോൺമെൻറ്റ്, കൾച്ചറൽ എൻവയോൺമെൻറ്റ്, ഇങ്ങനെയാണ് ബേസിക് ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, എൻവയോൺമെൻറ്റിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ബയോട്ടിക് എൻവയോൺമെൻറ്റിനെ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു, നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അബയോട്ടിക് എൻവയോൺമെൻറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കൾച്ചറൽ എൻവയോൺമെൻറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ എല്ലാ ഡീറ്റെയിൽസും ബയോട്ടിക് എൻവയോൺമെൻറ്റ്, അബയോട്ടിക് എൻവയോൺമെൻറ്റ്, അതുപോലെ കൾച്ചറൽ എൻവയോൺമെൻറ്റ്, ഇവയെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുക, ആ മാർക്കിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യുക, എഴുതുക. അതാണ് ഈ ചോദ്യത്തിൽ പറയുന്നത്. 10 മാർക്കിൻ്റെ ചോദ്യമാണ്, അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതുവാൻ സാധിക്കും. ഓക്കെ. പിന്നീട് അടുത്ത ചോദ്യമാണ് ഇത്, ഡിസ്കസ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ് ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ, പരിസ്ഥിതി വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളും അതിൻ്റെ സാധ്യതകളും എന്താണ് എന്ന് വിശദമാക്കുക, ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 2 കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്, ഒബ്ജക്റ്റീവ്സും അതുപോലെ സ്കോപ്പും. സോ ഒബ്ജക്റ്റീവ്സിലാണെങ്കിൽ എന്ത് ചെയ്യുക, വരേണ്ട ചില കാര്യങ്ങൾ, ചില ഉദാഹരണങ്ങൾ, ഇത് തന്നെ വേണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാം, അതുമായി ബന്ധപ്പെട്ടത്. അവെയർനെസ്, ഒന്നാമത്തെ എൻവയോൺമെൻറ്റിൽ അവെയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുപോലെ നോളജ് അബൌട്ട് എൻവയോൺമെൻറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് എൻവയോൺമെൻറ്റ് ആൻഡ് ക്രിയേറ്റ് എ എൻവയോൺമെൻറ്റൽ ആറ്റിറ്റ്യൂഡ്, ക്രിയേറ്റ് എൻവയോൺമെൻറ്റ് സ്കിൽസ് ഫോർ സൊല്യൂഷൻ ടു ആൻ എൻവയോൺമെൻറ്റ് പ്രോബ്ലം. സോ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ ക്രിയേറ്റ് ആൻ എൻവയോൺമെൻറ്റൽ ബിഹേവിയർ ആൻഡ് ലൈഫ് ലോങ് ലേണിംഗ്. ഇവയൊക്കെയാണ് ഇത് ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. അവെയർനെസ്, നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ആറ്റിറ്റ്യൂഡ്സ്, സ്കിൽസ്, ബിഹേവിയർ, ലൈഫ് ലോങ് ലേണിംഗ്, ഇവയൊക്കെ എന്താണ്, ഒബ്ജക്റ്റീവ്സ് ആണ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ. ഇതിനൊക്കെ വിശദമായിട്ട് എന്ത് ചെയ്യുക, എഴുതുക. പിന്നെയോ സ്കോപ്പ്, സാധ്യതകൾ എന്തെല്ലാമാണ്. സോ ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച്, ഗ്ലോബൽ ആൻഡ് ലോക്കൽ ഇഷ്യൂസ്, കൺസിഡർ ദി ഗ്ലോബൽ ആൻഡ് ലോക്കൽ ഇഷ്യൂസ്. ആഗോളതലത്തിലുള്ളതും പ്രാദേശിക തലത്തിലുള്ളതുമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളെ എന്ത് ചെയ്യുക, പരിഗണിക്കുക. പിന്നെയോ ഡൈനാമിക് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഉണ്ടാകുന്നതാണ്. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നു, കാലങ്ങൾക്കനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യുന്നു, മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇൻക്ലൂസീവ്, ഇൻക്ലൂഡിങ് ഓൾ ദി സെഗ്മെൻറ്റ്സ്, ഓൾ ദി പീപ്പിൾ, ഇൻക്ലൂഡിങ് ദി മാർജിനലൈസ്ഡ് പീപ്പിൾ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനിൽ ഒരു കൂട്ടരെ മാത്രം മാറ്റിവെക്കുന്നില്ല, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെയും എന്ത് ചെയ്യുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഉള്ളത്. അതുപോലെ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്, പ്രവൃത്തി കേന്ദ്രീകൃതമാണ്. ഈ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്, ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്, ആക്ഷനാണ്, പ്രവൃത്തികൾക്കാണ്. പിന്നെയോ സസ്റ്റൈനബിലിറ്റി, സുസ്ഥിരതയ്ക്കാണ്, അതായത് ഫ്യൂച്ചർ ജനറേഷനെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ്. ഈ സാധ്യതകൾ ഇതൊക്കെ എന്ത് ചെയ്യണം, വിശദമായിട്ട് എന്ത് ചെയ്യണം, 10 മാർക്കിനനുസരിച്ച് എന്ത് ചെയ്യണം, എഴുതേണ്ടതുണ്ട്. പിന്നെയോ ഡിസ്കസ് ദ എഫക്റ്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ.
വാട്ടർ പൊല്യൂഷൻ്റെ എഫക്റ്റ് എന്താണ്, വാട്ടർ പൊല്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, ജലമലിനീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ്. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യങ്ങൾ നഷ്ടപ്പെടുന്നു. ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ, അല്ലെ വാസസ്ഥലങ്ങൾ, പല ജീവികളുടെയും ജന്തുക്കളുടെയും സൂക്ഷ്മജീവികളുടെയും വരെ എന്ത് ചെയ്യുന്നു, വാസസ്ഥലം നഷ്ടമാകുന്നു, ഹാബിറ്റാറ്റ് നഷ്ടമാകുന്നു. വാട്ടർ സൈക്കിൾ ഡിസ്ട്രപ്ഷൻ, വാട്ടർ സൈക്കിൾ സിസ്റ്റം, നമ്മുടെ പ്രകൃതിയിലുള്ള വാട്ടർ സൈക്കിൾ സിസ്റ്റം, അല്ലെ വെള്ളം ആവിയായിട്ട് നീരാവിയായിട്ട് മുകളിലേക്ക് പോകുന്നു, അത് മഴയായി പെയ്യുന്നു, ഇങ്ങനെയുള്ള ആ വാട്ടർ സൈക്കിൾ സിസ്റ്റത്തിന് പ്രശ്നം സംഭവിക്കുന്നു. സോയിൽ കണ്ടാമിനേഷൻ, മണ്ണ് എന്ത് ചെയ്യുന്നു, മലിനമാകുന്നു. അതുപോലെ വാട്ടർ ബോൺ ഡിസീസസ്, വെള്ളം കാരണമുള്ള ജലജന്യ രോഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, കാരണമാകുന്നു. ക്യാൻസർ ആൻഡ് അതർ ഹെൽത്ത് ഇഷ്യൂസ്, ക്യാൻസർ അതുപോലെ മറ്റ് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. അതുപോലെ റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ എന്താണ്, വാട്ടർ പൊല്യൂഷൻ്റെ എഫക്റ്റുകളാണ്. വാട്ടർ പൊല്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, ജലമലിനീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ എഫക്റ്റുകളാണ്. സോ ഇതെന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഇതൊക്കെ നമുക്ക് ഇത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, നമുക്കറിയാലോ വാട്ടർ പൊല്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, ജലമലിനീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ എഴുതുക. ഇത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അതിനനുസരിച്ച് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഏത് ചോദ്യവുമാവട്ടെ, ആ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ ആ ഒരു പ്രോബ്ലത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ എഴുതുക. അത് എന്ത് ചെയ്യണം, നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിരിക്കണം, കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിരിക്കണം എന്ന് മാത്രം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യമാണ്, അനലൈസ് ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സസ്. ആൾട്ടർനേറ്റീവ് എനർജി റിസോഴ്സസിൻ്റെ അല്ലെങ്കിൽ സോഴ്സസിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്തെല്ലാമാണ്. അപ്പോൾ ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സുകൾ ഏതാണെന്ന് ആദ്യം പറയണം. ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സുകൾ ഏതെല്ലാം ഉണ്ട്, അവ ഏതെല്ലാമാണെന്ന് ആദ്യം പറയേണ്ടതുണ്ട്. ഒന്നാമത്തെ ഏതാ, സോളാർ എനർജിയാണ്, അല്ലേ, സോളാർ എനർജി. രണ്ടാമത്തേതോ വിൻഡ് എനർജി. തേർഡ് വൺ ഹൈഡ്രോ എനർജി. ഫോർത്ത് വൺ ജിയോ തെർമൽ എനർജി. ഫിഫ്ത്ത് വൺ ബയോ എനർജി. സിക്സ്ത് വൺ ഹൈഡ്രജൻ എനർജി. ഇങ്ങനെയുള്ള ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സുകളെ കുറിച്ച് ആദ്യം എന്ത് ചെയ്യണം, ഒന്ന് മെൻഷൻ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, എന്തിലേക്ക് കിടക്കുക, നീഡ്സിലേക്ക് കിടക്കുക. ആദ്യം നീഡ്സ് ഓഫ് ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സസ്. ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സിൻ്റെ ആവശ്യകത എന്താണ്? ഒന്ന്, ഡിപ്ലീറ്റിംഗ് ഫോസിൽ ഫ്യൂവൽസ്. ഫോസിൽ ഫ്യൂവൽസിൻ്റെ അളവ്, ഫോസിൽ ഇന്ധനങ്ങളുടെ അളവ് എന്ത് ചെയ്യാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെയോ ക്ലൈമറ്റ് ചേഞ്ച് എന്ത് ചെയ്യുന്നു, ഈ മറ്റുള്ള എനർജി സോഴ്സുകൾ ഉപയോഗിച്ചത് കൊണ്ട് ഒരുപാട് കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നു. പിന്നെയോ എനർജി സെക്യൂരിറ്റി, ഊർജ്ജത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക, ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സുകൾ ഉപയോഗിക്കുന്നു, അതൊരാവശ്യകതയാണ്. പിന്നെയോ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, മറ്റുള്ള എനർജി സോഴ്സുകളെല്ലാം തന്നെ പരിസ്ഥിതിക്ക് മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കുറക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഏത് ഉപയോഗിക്കാം, ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സുകൾ ഉപയോഗിക്കാം. പിന്നെയോ ഗ്രോയിങ് എനർജി ഡിമാൻഡ്, ഉയർന്നുകൊണ്ടിരിക്കുന്ന ഊർജത്തിൻ്റെ ആവശ്യകത, അതുകൊണ്ടൊക്കെ എന്ത് ചെയ്യാം, ആൾട്ടർനേറ്റീവ് സോഴ്സിൻ്റെ ആവശ്യകത വർദ്ധിക്കുന്നുണ്ട്. ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സിൻ്റെ ആവശ്യകത വർദ്ധിക്കുന്നു. പിന്നെ ഇമ്പോർട്ടൻസ് എന്തെല്ലാമാണ്, പ്രാധാന്യം എന്താണ്? ഒന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റിയാണ്. സുസ്ഥിരമായിട്ടുള്ള ഒരു ഭാവി, സുസ്ഥിരമായിട്ടുള്ളൊരു ജീവൻ, സുസ്ഥിരമായിട്ടുള്ളൊരു പ്രകൃതി സംവിധാനങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതിന് ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സുകൾ അത്യാവശ്യമാണ്, പ്രാധാന്യമുള്ളവയാണ്. പിന്നെയോ റെഡ്യൂസ് ദ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. നമുക്കറിയാം, മറ്റുള്ള എനർജി സോഴ്സുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഹരിതഗൃഹവാതകങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക്, നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് എത്തുകയും അത് നിരവധി പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സുകൾ ഉപയോഗിക്കുന്നതിലൂടെ എന്ത് ചെയ്യാം, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്, അത് പുറന്തള്ളലിനെ, ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളലിനെ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കുവാൻ സാധിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട പ്രാധാന്യമുള്ളവയാണ്. പിന്നെയോ എനർജി ഇൻഡിപെൻഡൻസ്, ഊർജ്ജത്തിൽ എന്ത് ചെയ്യുക, ഇൻഡിപെൻഡൻസ് കൊണ്ടുവരിക, അതായത് സ്വാതന്ത്ര്യം കൊണ്ടുവരിക. എപ്പോഴും എന്ത് ചെയ്യുക, ഫോസിൽ ഫ്യൂവൽസ്, കോള് അതുപോലെയുള്ള ഫോസിൽ ഇന്ധനങ്ങളെ എന്ത് ചെയ്യുക, ആശ്രയിക്കാതെ സ്വതന്ത്രമായി നിൽക്കാനുള്ള ഒരു അവസ്ഥ, അത്തരത്തിലൊരു പ്രാധാന്യം കൂടിയുണ്ട്. എനർജി ഇൻഡിപെൻഡൻസ്, ഊർജ്ജത്തിൻ്റെ കാര്യത്തിൽ സ്വതന്ത്രരായി നിൽക്കുവാൻ സാധിക്കുക. പിന്നെയോ ഇംപ്രൂവ്ഡ് എയർ ആൻഡ് വാട്ടർ ക്വാളിറ്റി, വെള്ളത്തിൻ്റെയും അതുപോലെ വായുവിൻ്റെയും ഗുണനിലവാരം ഉയർത്തുവാനും എന്ത് ചെയ്യുക, ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സുകൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ വിശദമായിട്ട് എന്ത് ചെയ്യണം, ആ മാർക്കിനനുസരിച്ചുകൊണ്ട് നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഇൻ ഡീറ്റെയിൽസ്.
പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ച് അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ടൈപ്സിനെ കുറിച്ച് വിശദമായിട്ട് എന്ത് ചെയ്യുക, എഴുതുക. ആ മാർക്കിനനുസരിച്ച് വിശദമായിട്ട് എഴുതണം. അപ്പോൾ ഏതെല്ലാമാണ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ്റെ ടൈപ്പ് എന്ന് ആദ്യം അറിയണം. ഏതൊക്കെയാണ്? എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, ലൈറ്റ് പൊല്യൂഷൻ, തെർമൽ പൊല്യൂഷൻ, പ്ലാസ്റ്റിക് പൊല്യൂഷൻ, കെമിക്കൽ പൊല്യൂഷൻ. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പൊല്യൂഷൻസ്, മലിനീകരണമുണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, പ്രകൃതിയിൽ. സോ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതണം. ആദ്യം എന്താണ് പൊല്യൂഷൻസ് എന്താണെന്ന് എഴുതണം, അതിൻ്റെ ടൈപ്സ് എഴുതി, പിന്നെ ഓരോന്നും സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ കാരണങ്ങൾ എന്താണ്, കോസസ് എന്താണ്, അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ എന്താണെന്നൊക്കെ വിശദമായിട്ട് എന്ത് ചെയ്യണം, എഴുതണം. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. ഈ പറയുന്ന പൊല്യൂഷനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ പ്രതിപാദിക്കാവുന്നതാണ്. അടുത്ത ചോദ്യമാണ് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് സൈക്ലോൺ. അല്ലെ, മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ, അതുപോലെ തന്നെ സൈക്ലോൺ എന്ന് പറയുമ്പോൾ ചുഴലിക്കാറ്റ്. ഈ രണ്ട് പ്രതിഭാസങ്ങൾ, നാച്ചുറൽ ഡിസാസ്റ്റർ, പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യണം, വിശദമായിട്ട് എന്ത് ചെയ്യുക, ഷോർട്ടായിട്ട് എന്ത് ചെയ്യുക, ഒരു നോട്ട് തയ്യാറാക്കുക, നോട്ട് എഴുതുക എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ലാൻഡ് സ്ലൈഡ് ആണ്. ലാൻഡ് സ്ലൈഡ് ഈസ് എ മൂവ്മെൻറ്റ് ഓഫ് റോക്ക്, എർത്ത് ഓർ ഡെബ്രിസ് ഡൗൺ എ സ്ലോപ്പ് ഓഫൺ കോസ്ഡ് ബൈ നാച്ചുറൽ ഓർ ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ഫാക്ടേഴ്സ്. അപ്പോൾ ഈ പറയുന്ന രീതി ലാൻഡ് സ്ലൈഡ് എന്ന് പറയുമ്പോൾ ഇതേമാതിരി നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉത്തരം എഴുതാൻ കഴിയില്ല പലപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ലാൻഡ് സ്ലൈഡിനെ കുറിച്ച് നിങ്ങൾ എഴുതി വെക്കുക, ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. പിന്നെയോ സൈക്ലോൺ ഈസ് എ ലാർജ് സ്കെയിൽ സർക്കുലേറ്റിംഗ് വെതർ സിസ്റ്റം ദാറ്റ് ഫോംസ് ഓവർ ദി ഓഷൻ, ക്യാരക്ടറൈസ്ഡ് ബൈ സ്ട്രോങ് വിൻഡ്സ് ആൻഡ് ലോ അറ്റ്മോസ്ഫെറിക് പ്രഷർ. സോ ഇതും സൈക്ലോണിനെ കുറിച്ചുള്ള ചെറിയൊരു മീനിങ് ആണ്. സോ ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് സൈക്ലോണിനെ കുറിച്ച് എന്താണോ അറിയുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെക്കുക. സോ ഇവിടെ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഷോർട്ട് നോട്ട് എഴുതേണ്ടത്, ലാൻഡ് സ്ലൈഡ് അതുപോലെ തന്നെ സൈക്ലോൺ. ഓക്കെ, അടുത്തതാണ് എക്സ്പ്ലെയിൻ ദ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ മെഷേഴ്സ് ടേക്കൺ ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. എക്സ്പ്ലെയിൻ ദ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ മെഷേഴ്സ് ടേക്കൺ ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ, സംസ്ഥാന ഗവൺമെൻറ്റുകൾ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുള്ളത്, ഇൻഡിവിജ്വലായിട്ട് എഴുതാം അല്ലെങ്കിൽ ഓരോ ടോപ്പിക് ബേസ് ആയിട്ട് എഴുതാൻ പറ്റും. ഒന്ന് എൻവയോൺമെൻറ്റൽ പോളിസീസ് ആൻഡ് റെഗുലേഷൻസ്, പിന്നെ കൺസർവേഷൻ എഫേർട്ട്, അതായത് നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക, കൺസർവേഷൻ എഫേർട്ട്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, വാട്ടർ കൺസർവേഷൻ, ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ, പബ്ലിക് അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ പോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കൺസർവേഷൻ മെഷേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു സംസ്ഥാന ഗവൺമെൻറ് ഏർപ്പെട്ടിരിക്കുന്നു. പിന്നെയോ അടുത്തൊരു ചോദ്യമാണ് പാർട്ട് സിയിലുള്ള അനലൈസ് ദ എഫക്ട്സ് ഓഫ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. ഓസോൺ ലെയർ ഡിപ്ലീഷനുമായി ബന്ധപ്പെട്ട അതിൻ്റെ എഫക്റ്റുകൾ എന്തെല്ലാമാണ്? ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഓസോൺ പാളികളിൽ വിള്ളലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ശോഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എഫക്റ്റുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇൻക്രീസ്ഡ് UV റേഡിയേഷൻ. വലിയ അളവിൽ എന്ത് ചെയ്യുന്നു, UV റേഡിയേഷൻ ഭൂമിയിലേക്ക് വരും, അൾട്രാ വയലറ്റ് റേഡിയേഷൻ നമ്മുടെ ഭൂമിയിലേക്ക് വരുമെന്നുള്ളതാണ്. പിന്നെയോ ഡിസ്റപ്റ്റഡ് ഫുഡ് ചെയിൻ, നമ്മുടെ ഭക്ഷ്യ ശൃംഖല, നമുക്കറിയാവുന്ന കാര്യമാണ് ഭക്ഷ്യ ശൃംഖല. ആ ഭക്ഷ്യശൃംഖല ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ ജീവികൾക്കും നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുന്നത്, അത് നഷ്ടപ്പെടും. പിന്നെയോ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം എന്ത് ചെയ്യും, വലിയ അളവിൽ എന്ത് ചെയ്യും, വർദ്ധിക്കുന്നതിന് അത് കാരണമാണ്. പിന്നെയോ ഇമ്പാക്റ്റ് ഓൺ അഗ്രികൾച്ചർ, കൃഷിയെ ബാധിക്കും, പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും, ഉൽപ്പാദനക്ഷമതയെ ബാധിക്കും, വിത്തുകൾ നശിച്ചു പോകും, വിളവെടുപ്പ് എന്ത് ചെയ്യും, വിളകൾ എന്ത് ചെയ്യുന്നുള്ള വിളയിൽ നിന്നുള്ള വിളവെടുപ്പ് സമയത്ത് എന്ത് ചെയ്യുന്നു, കിട്ടുന്ന ഉൽപ്പാദനത്തിൽ വലിയ അളവിലുള്ള കുറവുണ്ടാവും. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ എന്ത് ചെയ്യും, ഓസോൺ ഡിപ്ലീഷൻ കാരണം ഉണ്ടാകും, ഓസോൺ ലെയർ ഡിപ്ലീഷൻ കാരണം ഉണ്ടാകും. അടുത്ത ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ സ്റ്റാറ്റസ് ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ കരിക്കുലം. ഇത് വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ്. എക്സ്പ്ലെയിൻ ദ സ്റ്റാറ്റസ് ഓഫ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ കരിക്കുലം. ഇന്ത്യയിലെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ സ്ഥാനം എന്താണ്, പരിസ്ഥിതി വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥാനം എന്താണ്? ഇത് വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് എഴുതാം. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ളൂ.
ഇതിന് പുറമെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിരവധി കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുവാൻ സാധിക്കും, പരീക്ഷ എഴുതുന്ന സമയത്ത് ഉൾക്കൊള്ളിക്കുവാൻ സാധിക്കും. The education system in India had incorporated certain aspect of environment in school curricula as early 1930s. 1930 മുതൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, എന്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി പഠിപ്പിക്കുവാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെയോ കോത്താരി കമ്മീഷൻ 1964 മുതൽ 66 വരെ also suggested the basic education had to offer environmental education and relate it to the life needs and aspirations of the people and the nation. എന്ത് ചെയ്യണം, കോത്താരി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താ, ബേസിക് എഡ്യൂക്കേഷൻ, അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ എന്തുകൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ, പരിസ്ഥിതി വിദ്യാഭ്യാസം കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ അതിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കണം, ഓരോ പൗരൻ്റെയും ഓരോ വ്യക്തികളുടെയും ലൈഫ് നീഡ്സ്, ജീവിതത്തിലെ ആവശ്യകതകൾ എന്തെല്ലാമാണ് എന്ന് കൃത്യമായി അവർക്ക് എന്ത് ചെയ്യണം, റിലേറ്റ് ചെയ്യാൻ സാധിക്കണം. പിന്നെയോ ഇറ്റ് ഹെൽപ്സ് ടു എൻകറേജ് അവെയർനെസ് ഓഫ് ദി എൻവയോൺമെൻറ്റ്. എന്ത് ചെയ്യണം, ഇതൊരു എൻവയോൺമെൻറ്റിനെ കുറിച്ച് അവെയർനെസ് നൽകുവാൻ എന്ത് ചെയ്യണം, സാധിക്കണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനിലൂടെ. പിന്നെയോ ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് എനി ഡിലേ ഫ്രം ക്ലാസ് 1 ആസ് EVS. 1-ാം ക്ലാസ് മുതൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പരിസ്ഥിതി വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നുണ്ട്, തുടക്കം കുറിക്കുന്നുണ്ട്. അതായത് EVS, എൻവയോൺമെൻറ്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന EVS എന്ന് പറയുന്ന സെപ്പറേറ്റ് സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, 1-ാം ക്ലാസ് മുതൽ കുട്ടി പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിലേക്ക് എന്ത് ചെയ്യുന്നു, എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുവാൻ, ഒരു മനോഭാവം സൃഷ്ടിക്കുവാൻ ഇതിലൂടെ സാധിക്കുന്നു. ദെൻ അടുത്ത അവസാനത്തെ ചോദ്യമാണ്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ ചോദ്യമാണ് ഇത്. ഡിസ്കസ് ദ ഇന്നൊവേഷൻ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ. എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഇന്നൊവേഷൻ മെത്തേഡുകൾ എന്തെല്ലാമാണ് പുതിയ മെത്തേഡുകൾ നമ്മൾ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷന്, പരിസ്ഥിതി വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്ന ഇന്നൊവേഷൻ മെത്തേഡുകൾ ഏതൊക്കെയാണ് ടീച്ചിങ്ങിന് വേണ്ടിയിട്ട്. ഒന്ന് ഫീൽഡ് വിസിറ്റാണ്, ഫീൽഡ് വിസിറ്റ്. രണ്ടാമത്തേത് സിറ്റുവേഷൻ അനാലിസിസ്. മൂന്നാമത്തേത് ഗ്രൂപ്പ് ഡിസ്കഷൻ. നാലാമത്തേത് റോൾ പ്ലേയിങ്. അഞ്ചാമത്തേത് എൻവയോൺമെൻറ്റൽ ഗെയിംസ്. ആറാമത്തേത് ഫീൽഡ് സർവേ. ഏഴാമത്തേത് പ്രൊജക്റ്റ് വർക്ക്. ഇങ്ങനെയൊക്കെയുള്ള ഇന്നൊവേറ്റീവ് മെത്തേഡുകളാണ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. സോ ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ 15 ചോദ്യങ്ങളുണ്ടാവും. 15 ചോദ്യങ്ങൾ. അതിലെന്ത് ചെയ്യും, 15 ചോദ്യങ്ങൾക്ക് പുറമെ എന്ത് ചെയ്യും, അവസാനത്തെ പാർട്ട് സിയിൽ എന്ത് ചെയ്യുന്നു, ഓരോ ചോദ്യത്തിനും ചോയ്സുകൾ ഉണ്ടാവും. 2 ചോദ്യങ്ങളുണ്ടാവും, അതിലേതെങ്കിലും ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, മൊത്തം 70 മാർക്കിൻ്റെ പരീക്ഷയാണ് നടക്കുക. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം.